എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്തിന്റെ 15 ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണത്തിൽ അപാകതയും അഴിമതിയുമുള്ളതായി കോൺഗ്രസ്. ടോയ്ലറ്റിന്റെ സീലിംഗ് അടർന്നു വീണതാണെന്നും അപാകത മറച്ചുവെക്കുവാൻ വിദ്യാർത്ഥികളെ പ്രതികളാക്കുവാനുള്ള ശ്രമം നടത്തുന്നതായും ഡിസിസി സെക്രട്ടറി വി കെ രഘുസ്വാമി, കെഎസ്യു നിയോജക മണ്ഡലം പ്രസിഡന്റ് അക്ഷയ് വെള്ളറക്കാട്, യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു എന്നിവർ അറിയിച്ചു. വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് മാനസികമായി പീഡിപ്പിച്ച പോലീസിന്റെ നടപടിയിൽ കോൺഗ്രസ് പ്രതിഷേധിച്ചു. ടോയ്ലറ്റ് ബ്ലോക്കിന്റെ സീലിംഗ് സാമൂഹിക വിരുദ്ധർ തകർത്തതായി കാണിച്ച് സ്കൂൾ പ്രിൻസിപ്പാൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം 2 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. സീലിംഗ് അടർന്നു വീണ് കിടക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്ത വിദ്യാർത്ഥികളെ കള്ളക്കേസിൽ കുടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. നിരപരാധികളായ കുട്ടികളെ പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് മാനസികമായി പീഡിപ്പിച്ചുവെന്നും വിവരമറിഞ്ഞ് സ്റ്റേഷനിലെത്തിയ തന്നോട് പോലീസ് മോശമായി പെരുമാറുകയും കെഎസ്യു നേതാവായ അക്ഷയിനെ കയ്യേറ്റം ചെയ്തുവെന്നും വി കെ രഘുസ്വാമി പറഞ്ഞു. അതിൽ വലിയ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. ഏകദേശം 10 ലക്ഷത്തോളം രൂപ അതിൽ അഴിമതി നടന്നു. അപ്പം ഇത് രക്ഷപ്പെടാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ തന്നെ നടന്ന ഉദ്ഘാടനം. ആ ഉദ്ഘാടനം നടത്തുന്നത് കെട്ടിമറിഞ്ഞ് വീണപ്പോ ഈ പണി ചെയ്ത ആളുകൾ തന്നെ ആവാം, നമുക്കതിന് സാക്ഷിയൊന്നുമില്ല. സാധനം ആരോ കുത്തിപ്പൊട്ടിച്ചു എന്ന് പറഞ്ഞ് അവിടെ ഇവിടെ 2 കുത്തുകുട്ടി. അത് ചോദിക്കാൻ ചെന്ന അക്ഷയനെ ഈ പിടിച്ച് സർക്കിൾ ഇൻസ്പെക്ടർ പിടിച്ച് തള്ളി. എന്താന്ന് ചോദിച്ചപ്പോ വഴി തടസ്സപ്പെടുത്തി തള്ളി. അപ്പൊ അതിന് ശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം പോലീസിന്റെ നടപടിയുടെ പ്രതിഷേധം പരാതിയായിട്ട് DGPക്ക് മെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി റിട്ടേൺ പരാതി ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കും. കുട്ടികളുടെ പേരും വിലാസവും ഫോട്ടോയും പോലീസിന് കൈമാറിയത് സ്കൂൾ അധികൃതരാണ്. കുട്ടികൾ സ്കൂളിലുള്ള വിവരം അധികൃതർ മറച്ചുവെച്ചതിനാലാണ് പോലീസ് കുട്ടികളുടെ നാട്ടിലെത്തി കുട്ടികളെ കുറ്റവാളികളായി ചിത്രീകരിച്ചതെന്നും നിർമ്മാണത്തിലെ അഴിമതി മറച്ചുവെക്കുവാനുള്ള ശ്രമമാണ് കുട്ടികളെ കുറ്റവാളികളാക്കിയത് പിന്നിലെന്നും അക്ഷയ് ആരോപിച്ചു. 31-ാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മാസം 21-ാം തീയതി ആകുമ്പോഴേക്കും ഇത് പൊളിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നീടാണ് അവരത് പൊളിച്ചതാണ് എന്നൊക്കെ പറയുന്നതെങ്കിലും അതിന്റെ സീലിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും വളരെ മോശമായിട്ടുള്ള പണിയാണ് അതിന് മുകളിൽ ചെയ്തിരിക്കുന്നത്. പഴയ ഒരു 15 ലക്ഷം രൂപയുടെ പണി തീർച്ചയായിട്ടും അതിന് മുകളിലില്ല. 24-ാം തീയതി സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ ഇത് കണ്ടിട്ട് അത് വീഡിയോ എടുക്കുകയാണ്. അത് വീഡിയോ എടുത്തിട്ട് പൊളിഞ്ഞു എന്ന കാരണം വീഡിയോ കണ്ട് ഇത് വളരെ നാണക്കേട് അവർക്ക് സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലാക്കിയിടത്താണ് ഈ വിദ്യാർത്ഥികളുടെ പേരിൽ പരാതി കൊടുക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്ന വിദ്യാർത്ഥികളാണ് ഇത് ചെയ്തത് എന്ന രീതിയിലാണ് പോലീസ് സൃഷ്ടിച്ചെടുക്കുന്നത്. 15 ലക്ഷം രൂപയുടെ പദ്ധതിയിൽ 5 ലക്ഷം രൂപയുടെ നിർമ്മാണം മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്നും സീലിംഗ് അടർന്നു വീണ സംഭവത്തിൽ കരാറുകാരന്റെ പങ്ക് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടും കുട്ടികൾക്കെതിരെയുള്ള പോലീസിന്റെ നടപടിക്കെതിരെയും നിർമ്മാണത്തിലെ അഴിമതിക്കും അപകടങ്ങൾക്കുമെതിരെയും DGPക്കും വിജിലൻസിനും പരാതി നൽകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു.